ആ ഒക്കെ ഓട്ടെ ആ നല്ല കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒരു മിനിറ്റ്. കേട്ടോ ഇവിടെ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ക്യാമറ വാങ്ങിച്ചു, ഗോപ്രോ മാക്സ്. കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരു ഗോപ്രോ ക്യാമറ വാങ്ങിക്കണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെട്ട് കിട്ടിയപ്പോൾ ആവേശമൂത്ത് എല്ലാം പൊട്ടിച്ചു പോയി. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഗോപ്രോ മാക്സിനെ ഒന്ന് ചെറുതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗോപ്രോ മാക്സിൻ്റെ സവിശേഷതകളാണ് ഈ ബോക്സിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നോക്കിയാൽ മാക്സിമം ഹൈപ്പർ സ്മൂത്ത്. ഇതുവരെ ഇറങ്ങിയ ഗോപ്രോ ക്യാമറകളിലെ ഏറ്റവും നല്ല സ്റ്റെബിലൈസേഷൻ ഗോപ്രോ മാക്സിലാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സവിശേഷത, ഈ ഗോപ്രോ മാക്സ് ഒരു ബിൽറ്റിൻ മൗണ്ടിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. അത് നല്ലൊരു ഓപ്ഷനാണ്. മുമ്പുള്ള പല ഗോപ്രോ ക്യാമറകളിലൊക്കെ അത് ഒരു കേസ് ഉപയോഗിച്ചാണ് എവിടെയെങ്കിലും പിടിപ്പിക്കാൻ പറ്റുക. എന്നാൽ ഈ ഗോപ്രോ മാക്സിൽ അത് ക്യാമറ തന്നെ ഉള്ളത് കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ ഹെൽമെറ്റിലും മറ്റും പിടിപ്പിക്കാം. ക്യാമറ എങ്ങനെയാണ് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടിയത്, നമുക്ക് ഇതെങ്ങനെയാണ് തുറക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് മുകളിലേക്ക് വെക്കുക. അതിനുശേഷം രണ്ട് സൈഡിലുള്ള ക്ലിപ്പുകളിലൊന്ന് അമർത്തി പിടിച്ച് വലിച്ചാൽ ക്യാമറ ഊരി വരും. ഇത് ക്യാമറയുടെ യൂസർ മാനുവൽ. പിന്നെ ഇത് 1 കൊല്ലം എക്സ്റ്റൻഡ് വാറണ്ടി കാർഡാണ്. അത് നമുക്ക് ഈ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ 2 ഗോപ്രോ സ്റ്റിക്കറുകൾ, പിന്നെ എന്തൊക്കെ കുറച്ച് പേപ്പറുകൾ. ഇതാണ് സാധനം. ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്യാമറ. ഇതൊക്കെ മൈക്കാണ്. മുകളിൽ കാണുന്നത് റെക്കോർഡ് ബട്ടണാണിത്. ഇവിടെ ആയിട്ട് നമുക്ക് പവർ സ്വിച്ചും കാണാം. ഇനി നമുക്ക് തുറന്ന് ബാറ്ററി ഇട്ടാലോ. ഇതാണ് ചാർജിങ് സോക്കറ്റ്, സി ടൈപ്പ് പിന്ന്. മെമ്മറി കാർഡ് ഇതാ ഇവിടെ ഉണ്ട്, മൈക്രോ SD കാർഡ്. അതൊന്നിട്ട് നോക്കാം. ഇനി ബാറ്ററി ഇടാം. ഡബിൾ ലോക്കാണ് ഇതിൽ. ആദ്യം ഒന്നിട്ട് പിന്നെ ഈ സ്വിച്ച് ഒന്ന് ലോക്ക് ചെയ്ത് വയ്ക്കണം. ഇതാണ് ചാർജിങ് കേബിള്. ക്യാമറയോടെ 4 ലെൻസ് ക്യാപ്പുകളും കിട്ടുന്നുണ്ട്. 2 ഗ്ലാസിൻ്റെയാണ്. റബ്ബറിൻ്റെ. നമ്മുടെ ലെൻസ് സ്ക്രാച്ചൊന്നും വീഴാണ്ടിരിക്കാൻ നമുക്കിത് ഇട്ട് വയ്ക്കാൻ പറ്റും. ക്യാമറയോടെ ഇതിട്ട് വയ്ക്കാനുള്ളൊരു ബാഗും തരുന്നുണ്ട്. ഈ ലെൻസ് ക്യാപ്പുകളൊക്കെ നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പോക്കറ്റൊക്കെ ഉണ്ട്, അതിലിട്ട് വയ്ക്കാം. ഇനി ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഓണായി. ഇടതുവശത്തുള്ള പവർ സ്വിച്ച് ക്യാമറ മോഡുകൾ മാറ്റാനുള്ള ഷോർട്ട് കട്ടായിട്ടും ഉപയോഗിക്കാം. ഇത് ഹീറോ മോഡും 360 മോഡും മാറ്റാനുള്ള സ്വിച്ചാണ്. ഈ സ്വിച്ച് ലെൻസുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. നമുക്കിവിടെ 4 ലെൻസ് ഓപ്ഷൻ ഉണ്ട്. മാക്സ് സൂപ്പർ വ്യൂ, വൈഡ്, ലീനിയർ, പിന്നെ നാരോ. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും മാറ്റാൻ ഇതവിടെ തൊട്ട് കൊടുത്താൽ മതി.
ക്യാമറയുടെ സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. 1080p 1440p വീഡിയോ എടുക്കാം. അത് 60, 30, 24 FPS. ഇത് സ്റ്റെബിലൈസേഷൻ ഓണാക്കാനും ഓഫാക്കാനുമുള്ള ഓപ്ഷനാണ്. ക്ലിപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെയുണ്ട്. നമുക്ക് 15 സെക്കൻഡോ 30 സെക്കൻഡോ ദൈർഘ്യമുള്ള വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയകളിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും. ബിറ്റ് റേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇത് ഷട്ടറിൻ്റെ ഓപ്ഷനാണ്, ഷട്ടർ സ്പീഡ്. അതുപോലെ വൈറ്റ് ബാലൻസ്, ISO ഒക്കെ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. മൈക്കുകൾ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്കിവിടെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാനാണ്. ഫ്രണ്ടിലത്തെ ഷോർട്ട് കട്ടുകൾ സെറ്റ് ചെയ്യാനുള്ള 2 ഷോർട്ട് കട്ടുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പർ ലെഫ്റ്റും അപ്പർ റൈറ്റും, അങ്ങനെ 2 സ്വിച്ചുകൾ, ഹോം സ്ക്രീനിലുള്ള 2 സ്വിച്ചുകൾക്ക് ഷോർട്ട് കട്ടുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ക്യാമറ ഒന്ന് വെള്ളത്തിൽ നോക്കാം. നല്ല പേടിയുണ്ട് മനസ്സിൽ. പുതിയ ക്യാമറ അല്ലേ, എന്തായാലും ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇത് റെക്കോർഡ് ബട്ടണൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. നേരെ കൊണ്ട് ഇതാ ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ഇതിലൊന്ന് ഇട്ട് നോക്കട്ടെ. അമ്മകളാണ് ഇടാൻ പോണത്. ഇട്ടു 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 ആ ഇട്ടു 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 ഇട്ടു. ഓ ഭാഗ്യം. റെക്കോർഡ് നടക്കുന്നുണ്ട്. ലൈറ്റ് മിന്നിക്ക് എത്ര വേണ്ട. ഇനി എടുക്കാം. മെല്ലെ എടുത്ത് നോക്കട്ടെ അങ്ങനെയുണ്ട് ഇത്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഗോപ്രോയിൽ റെക്കോർഡ് ചെയ്താൽ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്യാമറയുടെ സ്റ്റെബിലൈസേഷനെ പറ്റിയും 360 ഡിഗ്രി ക്യാമറയെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ശരി.